വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗോൾസ് ആൻഡ് ഡ്രീംസ്? നിങ്ങളുടെ സ്വപ്നങ്ങളും ഗോൾസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വപ്നങ്ങളും ഗോൾസും ഒന്ന് തന്നെയാണോ? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ കൺഫ്യൂസ് വിത്ത് ദീസ് ടു ടേംസ്. ഈ ഗോൾസും ഡ്രീംസും തമ്മിലുള്ള ടേംസിൽ മിക്ക ആളുകളും കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, അവർ വിചാരിക്കുന്നു അവരുടെ സ്വപ്നങ്ങൾ തന്നെയാണ് അവരുടെ ഗോൾ എന്നുള്ളതാണ്. നമുക്കറിയാം, ജീവിതത്തിൽ മഹത്തായ വിജയം കൈവരിച്ച ആളുകളെല്ലാം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ഒരു റോഡ് മാപ്പ് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, അവർക്ക് കൃത്യമായ ബിസിനസ്സിലാണെങ്കിൽ അവർക്ക് കൃത്യമായ കോർ പർപ്പസും കോർ വാല്യൂസും മൈറ്റി വൈയും മിഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ബിസിനസ്സുകളാണ് നമ്മൾ ഫോർച്യൂൺ 500 കമ്പനീസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ, ഫോർബ്സ് മാഗസിൻ ലിസ്റ്റ് ചെയ്ത കമ്പനികളെല്ലാം നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവരൊക്കെ 100 ഇയേഴ്സ് അവരുടെ റോഡ് മാപ്പും അവരുടെ വിഷനും സെറ്റ് ചെയ്ത കമ്പനീസ് ആണ്. നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന മഹാഭൂരിപക്ഷം ബിസിനസ്സുകാർക്കും ഒരു വർഷത്തെ കൃത്യമായ റോഡ് മാപ്പ് പോലും ഇല്ലാതെയാണ് പല ആളുകളും ബിസിനസ് ചെയ്യുന്നത്. പലപ്പോഴും ബിസിനസ്സുകാരോട് ഞാൻ ഈ സെമിനാറിലൊക്കെ പോകുന്ന സമയത്ത് ബിസിനസ് അസോസിയേഷന്റെ ക്ലാസ്സുകളിലൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ബിസിനസ്സുകാർ ഒരിക്കൽ തമാശയിൽ പറഞ്ഞു, ബാങ്കിലെ കടം വീട്ടാൻ. അങ്ങനെ ആ രീതിയിലേക്ക് മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. കൃത്യമായ റോഡ് മാപ്പ് ഇല്ലാതെ, കൃത്യമായ പർപ്പസ് ഇല്ലാതെ, കൃത്യമായ ലക്ഷ്യങ്ങളില്ലാതെയാണ് പല ആളുകളും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, 10 വർഷം കൊണ്ട് 90% ബിസിനസ്സും ക്ലോസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, അത് നശിച്ചു പോകാനുള്ള കാരണം അതിന്റെ DNA, അതിന്റെ കോർ പർപ്പസും കോർ വാല്യൂസും കണ്ടെത്താത്തതാണ്. വെറും 3% ആളുകൾക്ക് മാത്രമാണ് ലോകത്ത് തന്നെ കൃത്യമായിട്ട് ഗോൾസ് സെറ്റ് ചെയ്ത, വിഷൻ സെറ്റ് ചെയ്ത ആളുകളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. 10% ഗോൾ ഉള്ള ആളുകൾ എങ്കിൽ അത് കൃത്യമായിട്ട് റിട്ടൺ ഗോൾസ് ആയിട്ട് എഴുതി വെച്ച ആളുകൾ ലോകത്ത് 3% ആളുകൾ മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ കോർ പർപ്പസും കോർ വാല്യൂസും മിഷൻ സ്റ്റേറ്റ്മെന്റും മൈറ്റി വൈയും എല്ലാം കണ്ടെത്തുന്നതിലൂടെ, നിങ്ങൾ അടുത്ത 10 ഇയർ റോഡ് മാപ്പ് ഉണ്ടാക്കുന്നതിലൂടെ, അതിനെ 5 ഇയർ മാസ്റ്റർ പ്ലാനിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ, അതിനൊരു 3 ഇയർ കോൺക്രീറ്റ് പ്ലാൻ ആക്കുന്നതിലൂടെ, അതിനെ 1 ഇയർ സയന്റിഫിക് ഗോൾ സെറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളും നിങ്ങളുടെ മേഖലയിൽ കിങ് ആവാനുള്ള ഒരു യാത്ര ആരംഭിച്ചു കഴിഞ്ഞു.